ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോനെ നിനക്ക് പറയാനുള്ളത്? ബാഗും ഒക്കെ ഉണ്ടല്ലോ, ഇതിലെന്താ? ഗുഡ് നൈറ്റ്. എന്താ പറയാ? അതെ, ഭാര്യയുടെ പാചകത്തിന്റെ മഹത്വം സ്വന്തം മോന്റെ നാവിന്ന് കേട്ടപ്പോഴെങ്കിലും ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലേ? മൊശടനും പിടിവാശിക്കാരനുമായ നിന്റെ ഭർത്താവ് പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണെന്ന് നിന്റെ മോന്റെ നാവ് കൊണ്ട് അധികം വൈകാതെ കേൾക്കാം. എന്തായാലും ശ്യാമും ദേവിയും തമ്മില് ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന്റെ മനക്കൂട്ടകൾ കെട്ടാൻ തുടങ്ങി. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു മരുമോളും വന്നു കയറാൻ പോവാ. എല്ലാം ദേവിയുടെ അനുഗ്രഹ. ആക്സിഡന്റിന്റെ കാര്യം വന്ദനോട് പറയാൻ കഴിഞ്ഞില്ലല്ലോ. അതിനുള്ള അവസരം ഒത്തു വന്നതായിരുന്നു. അപ്പോഴാ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആ സ്ത്രീ കയറി വന്നത്. അത് കഴിഞ്ഞ പിന്നെ വന്ദന എടുത്ത് നാളെ ഒഴിഞ്ഞിട്ടുള്ള നേരവുമില്ല. ഇവിടെ ചൂരുകൾക്ക് പോലും കാതുള്ളപ്പോ സൂക്ഷിച്ചും കണ്ടും വേണം അത് പറയാൻ. എന്താ ഒരു വഴി? രാജീവിന്റെ മരണത്തിന് ഉത്തരവാദി ജഗനാണെന്ന സത്യം അവൻ വന്ദനോട് തുറന്നു പറഞ്ഞു കാണുവോ? അത് വന്ദനയോട് തുറന്നു പറഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഓർക്കാതെ കിറുക്ക് പിടിച്ച അവസ്ഥയിലാണ് അവന്റെ നീക്കങ്ങൾ. സ്വന്തം വീട്ടിൽ പോലും കയറാതെ ആ മാധവന്റെ വീട്ടിൽ ചെന്ന് അടകടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു തലതിരിവ്? ഒന്ന് വിളിച്ചു നോക്കാം. അച്ഛനാണല്ലോ. അച്ഛൻ എന്താ ഉറക്കമില്ലേ? തുടങ്ങി പ്രസവ വേദന. ഞാൻ വന്നതിനോട് ആക്സിഡന്റ് കാര്യം പറഞ്ഞെന്നറിയാൻ വേണ്ടി വിളിക്കുന്നത്. ഫോൺ എടുത്തില്ലെങ്കിൽ രാത്രി ഇങ്ങോട്ട് വെച്ച് പിടിക്കാനും മടിക്കില്ല. ഹലോ, നീ മണ്ടത്തരമെല്ലാം കാണിച്ചോ? മോനെ ആക്സിഡന്റ് കാര്യം വന്ദനയോട് പറഞ്ഞോന്ന്? ഇല്ല, അതിനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയില്ല. ആശ്വാസമായി. മോനെ പറയരുത്. പറഞ്ഞ നീ കെട്ടിയത് ആലി പൊട്ടിച്ച് അവള് നിന്റെ മോന്നയ്ക്ക് തന്നെ വലിച്ചെറിയും. നിന്നെ തളയ്ക്കാൻ വിലങ്ങുമായി പോലീസിനെ കൊണ്ടായിരിക്കും പിന്നെ അവളുടെ വരവ്. മക്കളെ, അവിവേകം കാണിക്കല്ലടാ. വന്ദനോടൊന്നും പറയരുത്. ഈ കാര്യത്തിലെങ്കിലും നീ അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്റെ അച്ഛനാടാ പറയുന്നത്. ആ, എന്നാ നാളെ നേരം വിളിക്കുമ്പോ തന്നെ വന്ദനയും കൂട്ടി ഇങ്ങ് എത്തിയേക്കണം. ഹലോ, കട്ടാക്കി സംഗതി ലീക്കായല്ലേ?
ഞാനും അകത്തു പോകേണ്ട വകുപ്പാ. കുറ്റം മറച്ചു വെച്ച് തെളിവ് നശിപ്പിച്ചു എന്നതിനൊക്കെ പിടി എന്റെ മേലും വന്നു വീഴും. സ്വന്തം ഭാര്യയെ അറിയിക്കരുതെന്ന് കരുണാകരൻ ജഗനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല. അതെന്തായിരിക്കും? ആദ്യം അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അത് വെച്ച് ജഗന്റെ പത്തി ഒന്ന് മടക്കിയിട്ട് വേണം ഈ ആനന്ദവല്ലിയുടെ പത്തി ഒന്ന് നിവർത്താൻ. അമ്മ ഉറങ്ങിയോ? ആ, ഇനി നീയും പോയി കിടന്നോ മോനെ. കുറച്ചു നേരം നിനക്കും കിടന്നുറങ്ങിക്കൂടായിരുന്നോ? അമ്മ ഇപ്പോഴേ ഓടിപ്പോകുന്ന അവസ്ഥയിലൊന്നും അല്ലല്ലോ. നീ പോയി കിടക്ക് മോനെ. നീ കൂടാ വെറുതെ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കില്ല കേട്ടോ. അവന്റെ ഓരോ ചോദ്യം. ഒന്നും കൂടി പറയടാ. അല്ല, എല്ലാരും കൂടെ എന്തോന്ന് ഇരിപ്പാന്നേ ഇത്? പോയവരോ പോയി. നിങ്ങൾ ബാക്കിയുള്ളവരിങ്ങനെ തിന്നാതെയും കുടിക്കാതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛാ, വല്ല അസുഖവും പിടിവരും കേട്ടോ. ആ സുജിത്ത്, എല്ലാവർക്കും ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ പോയി വിളമ്പിക്കൊടു. ചേച്ചി കഴിച്ചോ? ആ പിന്നെ കഴിക്കണ്ടേ? ഞാനും പ്രകാശും ഓരോ സ്പൂൺ വീതം കഞ്ഞി കുടിച്ചൂന്ന് വരുത്തി. ഉയില് കിടക്കണ്ടേ? എന്താ മോനെ നിനക്ക് പറയാനുള്ളത്? ബാഗും ഒക്കെ ഉണ്ടല്ലോ, ഇതിലെന്താ? ഇതെന്താ? അഴിച്ചു നോക്കാനോ?